81 വയസ്സിലും സംഗീതത്തിൽ വിസ്മയം തീർക്കുകയാണ് ബിസ്മില്ല ഖാന്റെ ശിഷ്യൻ കാസർകോട്ടെ ഡോക്ടർ ഉസ്താദ് ഹസൻ ഭായ്. ഷെഹനായ്, വയലിൻ, തബല തുടങ്ങി 35-ലധികം സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതുല്യ പ്രതിഭ. നിരവധി സംഗീത നാടക ആൽബങ്ങളിലായി 1000-ലധികം ഗാനങ്ങൾക്കാണ് ഇദ്ദേഹം സംഗീതം പകർന്നത്. 100 കണക്കിന് പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. വാരണാസിയിലെ ശുദ്ധ സംഗീതത്തിന്റെ വാദകൻ അനുഗ്രഹിച്ചരുളിയ ആശീർവാദമാണ് ഡോക്ടർ ഉസ്താദ് ഹസൻ ഭായിയുടെ സംഗീത ജീവിതം. ഷെഹനായ്, വയലിൻ, കീബോർഡ്, തബല, ഓടക്കുഴൽ, ദിൽറൂബ, വീണ, രുദ്രവീണ, മോഹനവീണ തുടങ്ങി പഠിച്ചെടുത്തത് 35-ലധികം സംഗീത ഉപകരണങ്ങൾ. ലോകത്തിൽ തന്നെ ഇത്രയധികം വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്ത പ്രതിഭ ഒരുപക്ഷെ ഹസൻ ഭായ് മാത്രമായിരിക്കും. ഞാൻ ഡോക്ടർ ഉസ്താദ് ഹസൻ ഭായ് എന്ന ആളാണ്. ഞാൻ 10ാമത്തെ വയസ്സിലാണ് മൈസൂർ നാഗരാജ ബുഡാപ്പയുടെ കീഴിൽ കർണാടക സംഗീതം പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ വാരണാസി ബിസ്മില്ല ഖാന്റെ അടുത്തെത്തുന്നത്. അവിടുന്ന് ഷെഹനായിയുടെ പാഠങ്ങൾ പഠിച്ച് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. കുട്ടിക്കാലത്ത് ഷെഹനായി പഠിക്കണമെന്ന മോഹമാണ് അദ്ദേഹത്തെ ദുബായിൽ എത്തിച്ചത്. അവിടെ ഒരു സംഗീത സദസ്സിൽ വെച്ച് ഉസ്താദ് ബിസ്മില്ല ഖാനെ പരിചയപ്പെട്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗുരുതെളിച്ച സംഗീതത്തിന്റെ വഴിയിലൂടെ പിന്നീടുള്ള ജീവിതം. ആ സംഗീത മാന്ത്രികൻ നൽകിയ സ്നേഹസമ്മാനമായ ഷെഹനായിൽ തന്നെയാണ് അന്നു തൊട്ടിന്നോളം ഹസൻ ഭായിയുടെ സംഗീതം ഒഴുകിയത്. പഴയ ഓർമ്മകൾ പുതുക്കാൻ ഇടയ്ക്ക് വാരണാസിയിൽ പോയി ഗുരുസ്മൃതി കുടീരം സന്ദർശിക്കാറുണ്ട്. സംഗീതത്തിൽ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും ജീവിതം അദ്ദേഹത്തിന് അത്ര താളാത്മകമായിരുന്നില്ല. ഭാര്യയുടെ അപ്രതീക്ഷിത മരണവും ആൺമക്കളുടെ രോഗവും കടബാധ്യതയുമാണ് അദ്ദേഹത്തെ വലയ്ക്കുന്നത്. കാസർഗോഡ് ചട്ടഞ്ചാലിനടുത്ത് സർക്കാർ നൽകിയ സ്ഥലത്ത് പണിയുന്ന വീട് ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. കോളിയടുക്കത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ താമസം. തലശ്ശേരിയിൽ KE കുടുംബാംഗമായ ഉസ്താദ് ഹസൻ ഭായ് 60 വർഷം മുൻപാണ് കാസർഗോഡ് എത്തുന്നത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലാസ് എനിക്കുണ്ട്. കാസർഗോഡ് സരസ്വതി സംഗീത കലാക്ഷേത്രം അവിടെ 22 വർഷമായി ക്ലാസ് എടുക്കുന്നത്. അനവധി കുട്ടികളെ പകരത്തേക്ക് ഞാൻ പഠിപ്പിച്ച് അയച്ചിട്ടുണ്ട്. അതുപോലെ പാലക്കുന്ന് അംബിക സ്കൂളിലാണ് എടുക്കുന്നത്. പിന്നെ കാഞ്ഞങ്ങാട് എടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ക്ലാസ്സുകൾ 100 കുട്ടികളുടെ ക്ലാസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എനിക്ക് പിന്നെ ഇപ്പോഴും വയസ്സ് 82ാമത്തെ വയസ്സാണ്. എന്നിട്ടും ഞാൻ ഈ നിലയിൽ സംഗീതം കൊണ്ടാണ് ഇത്രയും അധികം നീണ്ട് ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. കുറച്ചു വർഷം മുൻപ് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. സംസ്ഥാന സർക്കാർ ഗുരുപൂജ അവാർഡ്, സംഗീത നാടക അക്കാദമി പുരസ്കാരം, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഡൽഹി സർക്കാരുകളുടെ 100 കണക്കിന് പുരസ്കാരങ്ങളും മറ്റ് അംഗീകാരങ്ങളും ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട്.